വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ തെച്ചുട്ടി നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഈ ഖത്തറിലെത്തിയിരിക്കുകയാണ്. അവളുടെ ലൈഫിലെ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ അമ്മയും ചേച്ചിയും ഒന്നും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് വരുന്നത്. എന്തായാലും വളരെ സേഫായിട്ട് അവൾ ഈ ഖത്തറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ വിളിക്കാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ ഞാൻ എത്തി. ഈ ഒരു പ്ലേസിലെത്തുമ്പം നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മക്കളൊക്കെ വരുവാണെങ്കിൽ അതിലേറെ സന്തോഷം. പക്ഷേ അവരൊക്കെ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എന്തായാലും എയർപോർട്ടിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് അറൈവലും ഡിപ്പാർച്ചറും എല്ലാം സെയിം ഒരേ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ്. താഴ്ഭാഗത്താണ് അറൈവലുള്ളത്, മുകൾ ഭാഗത്താണ് ഡിപ്പാർച്ചറുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ട വെയിറ്റിങ്ങിന് അവളെ എത്തി. അങ്ങനെ നമ്മൾ ദുബായിയുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് 30 ദിവസത്തിന് ശേഷം വീണ്ടും ഖത്തറിൽ എത്തി. അവന്തി 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പുറകാലം എത്തും. ഒരുപാട് ക്ഷീണിച്ചു പോയി. ഭയങ്കര തിരക്കായിരുന്നു എയർപോർട്ടിൽ. ഞാനിവിടെ 11 മണിയായപ്പോൾ വന്നത്. ഇപ്പോൾ 2 മണിയാവാറായി. അപ്പോൾ പിന്നാലെ കാണാം. ബൈ. എത്ര നേരം എടുത്ത്? ഞാൻ 3 മണിക്കൂർ എന്താണ് അതിൻ്റെ അകത്ത് നിന്നു. മനുഷ്യൻ്റെ കാല് വേദന എടുത്ത് പുറത്തിറങ്ങിയ പാടെ തന്നെ അനിയത്തി ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട്. വീഡിയോയിൽ അത് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ അധികം അവളോട് സംസാരിച്ചില്ല. കാരണം കൂടുതൽ വിഷമാക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് കോറിൻ്റെ ശരിയാണ്. തെച്ചു വരുന്നത് കൊണ്ട് നല്ല കൊഞ്ച് ബിരിയാണിയൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കി, സലാഡ് ഉണ്ടാക്കി, പിന്നെ പപ്പടം. അവൾക്ക് ബ്രഹ്മസല്ലി ഭയങ്കര ഇഷ്ടം, വെള്ളപ്പായസം. അതുകൊണ്ട് വെള്ളപ്പായസം ഉണ്ടാക്കി, ബ്രഹ്മസല്ലി, പിന്നെ ഇച്ചിരി ജ്യൂസ്, പിന്നെ അച്ചാർ. അപ്പോൾ ഫ്രഷ് ആവാൻ പോയിരിക്കുക. പോയിട്ട് വന്നിട്ട് ഞങ്ങൾ കഴിക്കും.